Hi, welcome to Lash Class. BA English സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ ദ ട്യൂസ്ഡേ നൈറ്റ് ക്ലബ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫേമസ് ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് അഗത ക്രിസ്റ്റിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മളിവിടെ ആ സ്റ്റോറിയുടെ ഒരു സിമ്പിൾ സമ്മറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ആദ്യം നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി നോക്കാം. The Tuesday Night Club is the opening story in Agatha Christie's anthology, The 13 Problems. The 13 Problems എന്ന അഗത ക്രിസ്റ്റിയുടെ കഥാസമാഹാരത്തിലെ ആദ്യത്തെ കഥയായിട്ടാണ് The Tuesday Night Club വരുന്നത്. It introduces the iconic Miss Marple, an elderly spinster renowned for her sharp understanding of human nature. ഈ കഥയിലൂടെയാണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള മിസ് മാർപ്പിൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അവരൊരു എൽഡർലി സ്പിൻസ്റ്റർ ആണ്. സ്പിൻസ്റ്റർ എന്ന് പറയുന്നത് അവിവാഹിതയായിട്ടുള്ള സ്ത്രീയാണ്. എൽഡർലി ആണ്, കുറച്ച് പ്രായമുണ്ട്, 50 വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള ഒരു അവിവാഹിതയായിട്ടുള്ള സ്ത്രീ ആയിട്ടാണ് മിസ് മാർപ്പിളിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അവരെക്കുറിച്ച് പറയുന്നത് അവർക്ക് ഷാർപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്നാണ്. മനുഷ്യരുടെ ഒരു പ്രകൃതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ചിട്ട് വലിയ അറിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് മിസ് മാർപ്പിളിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ അറിവെന്ന് പറയുന്നത് അവരുടെ ഗ്രാമത്തിലുള്ള ജീവിതത്തിലും അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെയും അവർ നേടിയെടുത്തിട്ടുള്ളതായിട്ടാണ് ഈ കഥയിൽ പറയുന്നത്. ദിസ് സ്റ്റോറി സെറ്റ്സ് ദ സ്റ്റേജ് ഫോർ ഹെർ എക്സെപ്ഷണൽ ഡിറ്റക്റ്റീവ് എബിലിറ്റീസ്. മിസ് മാർപ്പിൾ എന്ന് പറയുന്നത് ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രമാണ്. ഒരുപാട് കുറ്റാന്വേഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മിസ് മാർപ്പിൾ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെ ഈ ഒരു സ്റ്റോറിയിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ സ്റ്റോറി സെറ്റ് ഇൻ മിസ് ജെയിൻ മാർപ്പിൾസ് ഹോം ഇൻ ദ ക്വൈറ്റ് വില്ലേജ് ഓഫ് സെന്റ് മേരിമെന്റ്. ഇനി കഥ നടക്കുന്നത് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള മിസ് ജെയിൻ മാർപ്പിളിന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ്. സെന്റ് മേരിമെഡ് എന്നൊരു ഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത്. അവിടെയുള്ള അവരുടെ വീടാണ് ഈ കഥയുടെ സെറ്റിംഗ്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. എ സ്മോൾ ഗാദറിംഗ് ഓഫ് ഹർ അക്വൈൻറ്റൻസസ് ഈസ് ടേക്കിംഗ് പ്ലേസ് കംപ്രൈസിംഗ് 6 ഇൻഡിവിജ്വൽസ്. ഇനി അവരുടെ വീട്ടിൽ ഒരു ഗാദറിംഗ് നടക്കുകയാണ്. ഒരു 6 പേരുണ്ട് അവിടെ. അവർ സൗഹൃദ സംഭാഷണത്തിനൊക്കെയായി വന്നിട്ടുള്ള ആളുകളാണ്. അക്വൈൻറ്റൻസസ് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ഒരു 6 പേര് അവരുടെ വീട്ടിൽ ഒരു സൗഹൃദ സംഭാഷണത്തിനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ദേ ആർ മിസ് മാർപ്പിൾ. ഇനി അവർ ആരൊക്കെ എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം സ്വാഭാവികമായിട്ടും ആ വീട്ടിലുള്ള ആളായിട്ടുള്ള മിസ് മാർപ്പിൾ തന്നെയാണ്. ഹെർ നെഫ്യൂ റെയ്മണ്ട് വെസ്റ്റ് ദ റൈറ്റർ. അവരുടെ നെഫ്യൂ അല്ലെങ്കിൽ അനന്തരവനായിട്ടുള്ള റെയ്മണ്ട് വെസ്റ്റ് എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അയാൾ ഒരു എഴുത്തുകാരനാണ്. ഹിസ് ഫ്രണ്ട് ജോയ്സ് ലെംബ്രയർ ദ ലേഡി ആർട്ടിസ്റ്റ്. ഇനി റെയ്മണ്ട് വെസ്റ്റിന്റെ സുഹൃത്തായിട്ടുള്ള ജോയ്സ് ലെംബ്രയർ എന്നൊരു യുവതിയുണ്ട്. അവരൊരു ആർട്ടിസ്റ്റ് ആണ്. ദ സോളിസിറ്റർ മിസ്റ്റർ പെദറിക്. ഇതുകൂടാതെ സോളിസിറ്റർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ടുള്ള മിസ്റ്റർ പെദറിക് എന്നൊരു കഥാപാത്രമുണ്ട്. ദ ക്ലേർജിമെൻ ഡോക്ടർ പെൻഡർ. ഇനി അവിടുത്തെ ഇടവകയിലെ പുരോഹിതനായിട്ടുള്ള ഡോക്ടർ പെൻഡർ എന്നൊരു കഥാപാത്രമുണ്ട്. ആൻഡ് സർ ഹെൻറി ക്ലിത്തറിംഗ്, റിട്ടയർഡ് കമ്മീഷണർ ഓഫ് സ്കോട്ട്ലൻഡ് യാർഡ്. ഇനി അവസാനം വരുന്നത് സർ ഹെൻറി ക്ലിത്തറിംഗ് എന്നൊരു കഥാപാത്രമാണ്. അയാൾ സ്കോട്ട്ലൻഡ് യാർഡിലെ റിട്ടയർഡ് കമ്മീഷണറാണ്. സ്കോട്ട്ലൻഡ് യാർഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ക്രൈം ബ്രാഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ ബ്രിട്ടനിലെ കുറ്റാന്വേഷണ ഏജൻസിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു റിട്ടയർഡ് കമ്മീഷണറാണ് സർ ഹെൻറി ക്ലിത്തറിംഗ്. അപ്പോൾ ഇത്രയും ആളുകൾ നമ്മുടെ മിസ് ജെയിൻ മാർപ്പിളിന്റെ വീട്ടിൽ ഒരു സൗഹൃദ സംഭാഷണത്തിന് കൂടിച്ചേർന്നിരിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ കഥയുടെ തുടക്കത്തിൽ കാണുന്നത്. ദി ഈവനിങ് ബിഗിൻസ് വിത്ത് റെയ്മണ്ട് പോണ്ടറിംഗ് അൺസോൾവ്ഡ് മിസ്റ്ററീസ്, സ്പാർക്കിംഗ് എ ഡിസ്കഷൻ അബൌട്ട് വെദർ ഇമാജിനേഷൻ ഓർ ലോജിക് ഈസ് കീ ടു സോൾവിംഗ് ക്രൈംസ്. അങ്ങനെ ഇവർ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് റെയ്മണ്ട് ആണ്, നമ്മുടെ മിസ് മാർപ്പിളിന്റെ നെഫ്യൂ, ഒരു റൈറ്ററുമായിട്ടുള്ള റെയ്മണ്ട് ആണ് ഒരു വിഷയം മുന്നോട്ട് വെക്കുന്നത്. അൺസോൾവ്ഡ് മിസ്റ്ററീസ് അല്ലെങ്കിൽ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ, തെളിയിക്കപ്പെടാത്ത കേസുകൾ എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സ്കോട്ട്ലൻഡ് യാർഡിലുള്ള ഒരു റിട്ടയർഡ് കമ്മീഷണറും അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റും ഒക്കെ അവിടെ വന്ന് ചേർന്ന ആളുകളിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ചേരുന്ന ഒരു വിഷയം എന്നുള്ള രീതിയിൽ ചുരുളഴിയാത്ത രഹസ്യം അല്ലെങ്കിൽ തെളിയിക്കപ്പെടാത്ത കേസുകൾ എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ട് അവർ സംസാരിക്കുന്നു. അവർ ഡിസ്കസ് ചെയ്യുന്നത് ഈ കേസുകൾ തെളിയിക്കുന്നതിന് ഇമാജിനേഷൻ ആണോ ലോജിക് ആണോ അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നൊരു വിഷയത്തെ കുറിച്ചിട്ടാണ്. ഒരു റൈറ്റർ എന്ന രീതിയിൽ റെയ്മണ്ട് പറയുന്നത് ഇമാജിനേഷൻ ആണ് ആവശ്യം എന്നാണ്. അവിടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, പെദറിക് എന്ന പേരിൽ. അയാൾ പറയുന്നത് ലോജിക് ആണ് ആവശ്യം എന്ന രീതിയിലാണ്. അങ്ങനെ ഒരു കേസുകൾ എങ്ങനെ തെളിയിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുകയാണ്. As they discuss, Joyce proposes forming an informal club, the Tuesday Night Club, where each member presents a mystery for the group to solve weekly.
അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജോയ്സ്, റേമണ്ടിന്റെ ഫ്രണ്ടാണ് നമ്മൾ പറഞ്ഞൊരു ആർട്ടിസ്റ്റ്, അവരൊരു സജഷൻ വെക്കുകയാണ്. ഇന്നിപ്പോ ട്യൂസ്ഡേ ആണ്, നമുക്ക് എല്ലാ ട്യൂസ്ഡേയും ഇതുപോലെ ഒരു ക്ലബ്ബ് പോലെ ഇവിടെ കൂടിച്ചേരാം. എന്നിട്ട് ഓരോ ആഴ്ചയിലും ഓരോ മെമ്പർ ഒരു കേസ് മുന്നോട്ട് വെക്കുക, ബാക്കിയുള്ള ആളുകൾ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഇത് ഒരു ആക്ടിവിറ്റി ആയിട്ട് എടുക്കാം എന്നുള്ളൊരു സജഷൻ ജോയ്സ് മുന്നോട്ട് വയ്ക്കുന്നു. ഇനീഷ്യലി ഷീ ഓവർലുക്സ് മിസ് മാർപ്പിൾ, but the elderly woman humbly joins in, citing her village life as a unique lens for understanding human behavior. അപ്പോൾ ഈ ക്ലബ്ബ് രൂപീകരിക്കുന്ന കാര്യം പറയുന്ന സമയത്ത് ജോയ്സ് മിസ് മാർപ്പിളിനെ ആരും പരിഗണിക്കുന്നില്ല. നമ്മളിവിടെ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ എണ്ണുന്നുണ്ട്, 5 ആളുടെ പേരെ അവർ എണ്ണുന്നുള്ളൂ. മിസ് മാർപ്പിളിന്റെ കൂട്ടത്തിൽ അവർ എടുക്കുന്നില്ല. അപ്പൊ മിസ് മാർപ്പിൾ പറയുന്നു, ഞാനും നിങ്ങളുടെ കൂടെ ചേരാം, എനിക്ക് നിങ്ങളുടെ അത്ര ഇങ്ങനെ ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അറിവോ ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ എനിക്ക് ഈ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് മനുഷ്യരുടെ സ്വഭാവത്തെ കുറിച്ചിട്ടും സൈക്കോളജിയെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാം, അപ്പൊ ഞാനും നിങ്ങളുടെ കൂടെ ചേരാം എന്ന് മിസ് മാർപ്പിൾ പറയുന്നു. ഡോക്ടർ പെൻഡർ സജസ്റ്റ് സർ ഹെൻറി പ്രസന്റ് ദ ഫസ്റ്റ് കേസ്, ലെവറേജിംഗ് ഹിസ് സ്കോട്ട്ലൻഡ് യാർഡ് എക്സ്പീരിയൻസ് ആൻഡ് ദ ഗ്രൂപ്പ് അഗ്രീസ്. അങ്ങനെ അവിടെ പുരോഹിതനായിട്ടുള്ള ഡോക്ടർ പെൻഡർ പറയുന്നു, ആദ്യത്തെ കേസ് അങ്ങനെയാണെങ്കിൽ സർ ഹെൻറി അവതരിപ്പിക്കട്ടെ. അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡിൽ റിട്ടയർഡ് കമ്മീഷണറൊക്കെ ആണല്ലോ, അപ്പൊ അദ്ദേഹത്തിന് കുറെ കേസുകളൊക്കെ അറിയുമായിരിക്കും, അദ്ദേഹം ഒരു കേസ് പ്രസന്റ് ചെയ്യട്ടെ എന്ന് ഡോക്ടർ പെൻഡർ പറയുന്നു. അപ്പൊ ബാക്കിയുള്ളവരും ശരിയാണ്, അദ്ദേഹത്തിന് കുറെ കേസുകളൊക്കെ അറിയായിരിക്കും, അദ്ദേഹം ഒരു കേസ് പറയട്ടെ എന്ന് പറയുന്നു. സർ ഹെൻറി റീകൗണ്ട്സ് എ പസ്ലിംഗ് കേസ്. അങ്ങനെ സർ ഹെൻറി അവർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസ് അവിടെ അവതരിപ്പിക്കുകയാണ്. 3 individuals, Mr. Jones, a traveler for a manufacturing chemist firm, his wife Mrs. Jones, and her companion Miss Clark share a supper that includes tinned lobster among other things. 3 ആളുകൾ രാത്രി ഭക്ഷണം കഴിക്കുന്നു. മിസ്റ്റർ ജോൺസ്, അയാളൊരു മാനുഫാക്ചറിങ് കെമിസ്റ്റ് ഫേമിന്റെ ട്രാവലറാണ്, നമ്മൾ സെയിൽസ്മാൻ എന്ന് പറയുന്ന പോലെ ഒരു കെമിക്കൽ ഫേമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. ആളുടെ വൈഫ് മിസ്സിസ് ജോൺസ്, പിന്നെ വൈഫിന്റെ കമ്പാനിയൻ മിസ് ക്ലാർക്ക്. കമ്പാനിയൻ എന്ന് പറയുന്നത് നമ്മൾ അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ കാര്യസ്ഥ എന്നൊക്കെ പറയുന്ന പോലെ, ആ വീട്ടിലൊരു ജോലിക്കാരിയാണ്, ഒരു കാര്യസ്ഥയെ പോലെ. അങ്ങനെ മിസ് ക്ലാർക്ക്, അവർ 3 പേരും രാത്രി ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണത്തിൽ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ടിൻഡ് ലോബ്സ്റ്റർ. ലോബ്സ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ വലിയ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കടൽ വിഭവമാണ്, സീ ഫുഡാണ്. അതും ഉൾപ്പെടെയുള്ള ഒരു സപ്പർ അവർ കഴിക്കുന്നു. ദാറ്റ് നൈറ്റ് ഓൾ 3 fall ill. അന്ന് രാത്രി 3 പേർക്കും അസുഖം വരുന്നു. ആൻഡ് ഡോക്ടർ ഈസ് കോൾഡ്. സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തുന്നു. വൈൽ മിസ്റ്റർ ജോൺസ് ആൻഡ് മിസ് ക്ലാർക്ക് റിക്കവർ, മിസ്സിസ് ജോൺസ് സക്കംസ്. 2 പേര് അതിൽ രക്ഷപ്പെടുന്നു, ഒരാൾ മരിച്ചു പോകുന്നു. മിസ്റ്റർ ജോൺസ് അതുപോലെ തന്നെ ആ വീട്ടിലെ കാര്യസ്ഥയായിട്ടുള്ള കമ്പാനിയൻ ആയിട്ടുള്ള മിസ് ക്ലാർക്ക്, അവർ 2 പേര് രക്ഷപ്പെടുന്നു. മിസ്റ്റർ ജോൺസിന്റെ വൈഫ് മരിച്ചു പോവുകയാണ്. ഡോക്ടർ ആട്രിബ്യൂട്ട്സ് ഇറ്റ് ടു ഫുഡ് പോയ്സണിങ് വിത്ത് നോ ഇൻഡിക്കേഷൻ ഓഫ് മാൽ പ്രാക്ടീസ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഫുഡ് പോയ്സൺ ആണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലാതെ വേറെ ഒരു മാൽ പ്രാക്ടീസ്, അതിവിടെ ഒരു കൊലപാതകം ഒന്നുമല്ല നടന്നിട്ടുള്ളത്. അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഒരു ഫുഡ് പോയ്സൺ ആയിട്ട് ബന്ധപ്പെട്ട് 3 പേർക്കും അസുഖം വന്നു, അതിൽ ഒരാൾ മരിച്ചുപോയി. അങ്ങനെ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ള രീതിയിൽ ഡോക്ടർ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. However, the case takes a turn when a hotel maid in Birmingham recalls Mr. Jones writing suspicious words on blotter paper. അങ്ങനെ വിവാദമൊന്നും ഇല്ലാതെ അവസാനിക്കുമായിരുന്ന ആ ഒരു സംഭവം ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്, ബിർമിംഗ്ഹാമിലെ ഒരു ഹോട്ടൽ മെയ്ഡ്, ഒരു ഹോട്ടൽ ജീവനക്കാരി മിസ്റ്റർ ജോൺസ് അവിടുത്തെ ബ്ലോട്ടർ പേപ്പറിൽ അല്ലെങ്കിൽ നോട്ട് പാഡിൽ സംശയാസ്പദമായിട്ടുള്ള വാക്കുകൾ എഴുതിയ കാര്യം കണ്ടെത്തുമ്പോഴാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മിസ്റ്റർ ജോൺസ് ഒരു ട്രാവലർ ആണ്, സെയിൽസ്മാൻ ആണ്. അപ്പോൾ അയാൾ ബിർമിംഗ്ഹാമിലെ ഒരു ഹോട്ടലിൽ താമസിച്ചിരുന്നു. അവിടുത്തെ ബ്ലോട്ടർ പേപ്പർ അല്ലെങ്കിൽ നമ്മൾ നോട്ട് പാഡ് എന്ന് പറയുന്നത്, അതിനകത്ത് ആളൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഹോട്ടലിലെ ജീവനക്കാരി അവർ ബോറടിച്ചിരിക്കുന്ന സമയത്ത്, അവർക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് മറ്റുള്ളവർ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ നമുക്കറിയാം, നമ്മൾ നോട്ട് പാഡിനകത്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പാട് അടുത്ത പേജിലേക്ക് ചെറുതായിട്ട് പകർന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഫുള്ളായിട്ട് അവർക്ക് എന്താണ് എഴുതിയിട്ടുള്ള കാര്യം അറിയില്ല. അപ്പോൾ ആ ചില വാക്കുകൾ അവരതിനകത്ത് കാണുകയാണ്, ആ ഒരു ലെറ്റർ പാഡിനകത്തുള്ള ഈ പാടുകൾ വെച്ചിട്ട്. എൻറ്റയർലി ഡിപ്പെൻഡന്റ് ഓൺ മൈ വൈഫ് വെൻ ഷീ ഈസ് ഡെഡ്, ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ്. ഇനി അവർ കാണുന്ന ആ വാക്കുകൾ ഇങ്ങനെയാണ്, എല്ലാം എൻ്റെ വൈഫിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വൈഫ് മരിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ്, 100,000. നമുക്കറിയാം സംശയാസ്പദമായിട്ടുള്ള വാക്കുകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ലേണിംഗ് ദ ന്യൂസ് ഓഫ് ദി ഇൻസിഡന്റ് ഷീ ഷെയർഡ് ഹെർ സസ്പീഷൻ വിത്ത് അതർ മെയ്ഡ്സ്. അങ്ങനെ
ഈ മിസ്റ്റർ ജോൺസിന്റെ വൈഫ് മരിച്ചുപോയ ഒരു വാർത്ത അവർ കാണുന്ന സമയത്ത് ഈ ഒരു കാര്യം അവർ ഓർക്കുകയാണ്. മിസ്റ്റർ ജോൺസ് ഇങ്ങനെ വൈഫിനെ കുറിച്ചിട്ട്, വൈഫ് മരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവരെ കൂടെ ജോലി ചെയ്യുന്ന മറ്റു ആളുകളുടെ അടുത്തും പരിചയക്കാരുടെ അടുത്തൊക്കെ ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് പറയുന്നു. അങ്ങനെ ഈ ഒരു സംഭവം വലിയൊരു വാർത്തയായിട്ട് വരികയാണ്. പീപ്പിൾ ബിഗൻ ടോക്കിംഗ് ആൻഡ് റൂമേഴ്സ് സ്വെൽഡ് അബൌട്ട് മിസ്റ്റർ ജോൺസ് അറ്റൻറ്റീവ്നെസ് ടു ദ ലോക്കൽ ഡോക്ടേഴ്സ് ഡോട്ടർ. സ്വാഭാവികമായിട്ടും ആളുകൾ സംസാരിച്ചു തുടങ്ങി. അവിടെ ഒരു വിവാദമൊക്കെ ഉണ്ടാവുകയാണ്. അവർ പറയുന്ന ഒരു കാര്യം, മിസ്റ്റർ ജോൺസിന് അവിടുത്തെ ഡോക്ടറുടെ മകളുമായിട്ട് ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞത് ഇവർക്ക് ഈ ഫുഡ് പോയിസൺ എന്ന രീതിയിൽ വയ്യാതായ സമയത്ത് ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തിയിരുന്നു. ആ ഡോക്ടറുടെ മകളോട് ഇയാൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ വൈഫിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്തതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. ദ സ്കോട്ട്ലൻഡ് യാർഡ് റീഓപ്പൺ ദ കേസ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വിവാദമായ സമയത്ത് ആ കേസ് അവർ പുനരന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. An autopsy revealed Mrs. Jones died of arsenic poisoning. അങ്ങനെ അവർ ഈ മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് വീണ്ടും ഒരു ഓട്ടോപ്സി, ഒരു പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. അതിനകത്ത് ആർസനിക് പോയിസണിങ്, അതായത് ഫുഡ് പോയിസൺ അല്ല, മറിച്ച് ആർസനിക് പോയിസണിങ് ആണ്. മനഃപൂർവ്വം അവിടെ വിഷം കൊടുത്തിട്ടാണ് അവർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുന്നു. However, the passage of time makes it impossible to test the food for traces of poison, presenting the Scotland Yard with a problematic challenge. പക്ഷെ ഈ സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർ അന്വേഷണം എടുക്കുന്നതെന്നുള്ള കാരണം കൊണ്ട് അന്നത്തെ സപ്പറിന് അവർ കഴിച്ചിട്ടുള്ള ഭക്ഷണമൊന്നും ഇനി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഈ പോയിസൺ എങ്ങനെ അവരിലേക്ക് എത്തി, ഏത് ഫുഡിൽ ആരെ എങ്ങനെ കൊടുത്തു എന്നുള്ള കാര്യം കണ്ടെത്തണം എന്നുള്ള കുറച്ച് സങ്കീർണമായിട്ടുള്ളൊരു ചലഞ്ചാണ് ഈ കേസിൽ സ്കോട്ട്ലൻഡ് യാർഡിന് ലഭിക്കുന്നത്. സസ്പീഷൻ നാച്ചുറലി ഫെൽ ഓൺ ദ ഹസ്ബൻഡ്. സ്വാഭാവികമായിട്ടും ഹസ്ബൻഡിനെയാണ് ആദ്യം സംശയിക്കുന്നത്. ആൻഡ് ദി ഇൻവെസ്റ്റിഗേഷൻ റിവീൽഡ് ദാറ്റ് മിസ്റ്റർ ജോൺസ് ഇൻഹെറിറ്റഡ് 80,000 pounds ഫ്രം ഹിസ് വൈഫ്. ഇവരുടെ അന്വേഷണത്തിൽ ഈ വൈഫ് മരിച്ചപ്പോൾ വൈഫിന്റെ സ്വത്തായിട്ടുള്ള 8,000 പൗണ്ട് ഇയാൾക്ക് കിട്ടി എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു. 8,000 പൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയിൽ ഏറെക്കുറെ 8 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്ന ഒരു സംഖ്യയാണ്. സ്റ്റിൽ ഇറ്റ് വാസ് നോട്ട് ദ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഹിൻഡഡ് അറ്റ് ഇൻ ദ ബ്ലോട്ടർ നോട്ട്. പക്ഷെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇയാൾ എഴുതി എന്ന് പറയുന്ന ആ ലെറ്ററിനകത്ത് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ്, 100,000 എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അത്ര വലിയൊരു സംഖ്യയൊന്നുമല്ല. 8,000 പൗണ്ട് അയാൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു സംഖ്യ അയാൾക്ക് വൈഫ് മരിച്ചപ്പോൾ വൈഫിന്റെ സ്വത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ദ സപ്പോസ്ഡ് അഫയർ വിത്ത് ദ ഡോക്ടേഴ്സ് ഡോട്ടർ വാസ് ഫൗണ്ട് ടു ബി നത്തിങ് മോർ ദാൻ എ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് എൻഡഡ് മന്ത്സ് ഏർലിയർ. ഇനി അവിടെയുള്ള ഡോക്ടറുടെ മകളുമായിട്ട് ഇയാൾക്ക് ഒരു അടുപ്പമുണ്ട് എന്നുള്ള രീതിയിലേക്ക് ആളുകൾ സംസാരിച്ചിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് കാര്യമായിട്ടൊന്നും അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് പോലും ഇപ്പോൾ കാര്യമായിട്ട് നിലനിൽക്കുന്നില്ല. അവർ പതിവ് സംസാരിക്കാറും കാണാറൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അന്വേഷണത്തിൽ ഇവർക്ക് മനസ്സിലാവുന്നത്. ദെൻ സർ ഹെൻറി ഔട്ട്ലൈൻസ് ദ ഫൈൻഡിങ്സ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ. പിന്നീട് സർ ഹെൻറി അവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ദ സപ്പേഴ്സ് മെനു ഇൻക്ലൂഡഡ് ടിൻഡ് ലോബ്സ്റ്റർ, സാലഡ്, ട്രിഫിൾ, ബ്രെഡ് ആൻഡ് ചീസ്. അവർ അന്ന് രാത്രി കഴിച്ച ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ടിൻഡ് ലോബ്സ്റ്റർ ആണ്. പിന്നെ സാലഡ് നമുക്കറിയാം വെജിറ്റബിൾ കൊണ്ടുള്ള ഒരു കാര്യമാണ്. ട്രിഫിൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരുടെ ഡെസേർട്ടാണ്, ഒരു മധുര പലഹാരം പോലൊരു സാധനമാണ് ട്രിഫിൾ എന്ന് പറയുന്നത്. പിന്നെ ബ്രെഡ് ആൻഡ് ചീസ് നമുക്കറിയാം, നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സംവിധാനമാണ്. ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് അന്ന് സപ്പറിനകത്ത് ഉണ്ടായിരുന്നത്. The local doctor had initially diagnosed food poisoning and had sent for opium pills which were delivered from his clinic. ഇവർക്ക് ഇതുപോലെ അസുഖമായ സമയത്ത് ഡോക്ടറെ വിളിച്ചു വരുത്തി. ഡോക്ടർ വന്നപ്പോൾ ഫുഡ് പോയിസൺ ആണെന്നാണ് കരുതുന്നത്. ഓപ്പിയം പിൽസിന് വേണ്ടിയിട്ട് അയാളുടെ ക്ലിനിക്കിലേക്ക് അയാൾ ആളെ പറഞ്ഞയക്കുന്നു. ഓപ്പിയം പിൽസ് എന്ന് പറയുന്നത് വേദനാ സംഹാരിയാണ്, പെയിൻ കില്ലർ ആണ്. അപ്പോൾ അയാളുടെ ക്ലിനിക്കിൽ നിന്ന് തന്നെയാണ് ആ മരുന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. The young maid, Miss Gladys, was very upset with the situation and couldn't give much information in her emotional state. ഇനി ഈ 3 പേരെ കൂടാതെ ആ വീട്ടിലുള്ള ഒരാൾ മിസ് ഗ്ലാഡിസ് ആണ്. അത് ആ വീട്ടിലെ ജോലിക്കാരിയാണ്. അവരാണ് അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യുന്നത്. മിസ് ഗ്ലാഡിസ് അവിടെ സ്വാഭാവികമായിട്ടും വളരെ ഇമോഷണൽ സ്റ്റേറ്റിലാണുള്ളത്. കാരണം അവർ ജോലി ചെയ്യുന്ന വീട്ടിലുള്ള ആ വീട്ടുടമസ്ഥ ഇതുപോലെ മരിച്ചു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അവർ ഭയങ്കര അസ്വസ്ഥമായിട്ടാണ് ഇരിക്കുന്നത്. കാര്യമായിട്ടൊന്നും അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. എക്സെപ്റ്റ് ദാറ്റ് ഷീ ഡിഡ് നോട്ട് ഫൈൻഡ് എനിത്തിങ് റോങ് വിത്ത് ദ ലോബ്സ്റ്റർ. പക്ഷെ ഒരു കാര്യം അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്, ആ ടിൻഡ് ലോബ്സ്റ്റർ അവർ തുറന്നു നോക്കിയ സമയത്ത് അതിനകത്ത് ഒരു കുഴപ്പം അവർക്ക് തോന്നിയിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നം അതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അവർ പറയുന്നു. ഓൾസോ മിസ്റ്റർ ജോൺസ് ഹാഡ് ജസ്റ്റ് അറൈവ്ഡ് ഫ്രം ബിർമിംഗ്ഹാം വെൻ ദ സപ്പർ വാസ് സെർവ്ഡ്.
എലിമിനേറ്റിംഗ് എനി ഓപ്പർച്യൂണിറ്റി ടു പോയിസൺ ദ മീൽ. മറ്റൊരു വിവരം അവർക്ക് ലഭിച്ചിട്ടുള്ളത് മിസ്റ്റർ ജോൺസ് ബിർമിംഗ്ഹാമിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് അതിനകത്ത് വിഷം ചേർക്കാനുള്ള സാധ്യത അവിടെ അവശേഷിക്കുന്നില്ല. കാരണം ഈ ഭക്ഷണം ഓൾറെഡി വിളമ്പി വെച്ചിരിക്കുന്ന സമയത്താണ് അയാൾ അവിടെ വന്ന് കയറുന്നത്. മിസ് ക്ലാർക്ക്, ദ കമ്പാനിയൻ, ഈസ് ഓൾസോ സ്ക്രൂട്ടനൈസ്ഡ് ബട്ട് ഷീ ഗെയിൻസ് നത്തിങ് ഫ്രം മിസ്സിസ് ജോൺസ് ഡെത്ത്. ഇനി അവിടെയുള്ള കമ്പാനിയൻ അല്ലെങ്കിൽ നമ്മൾ കാര്യസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ള മിസ് ക്ലാർക്ക്, അവർ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു അന്വേഷിച്ചു. പക്ഷെ ഈ മിസ്റ്റർ ജോൺസിന്റെ വൈഫ് മരിച്ചതിൽ നിന്ന് അവർക്ക് ഒന്നും തന്നെ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. നമ്മൾ ഹസ്ബൻഡിന് ഒരു 8,000 പൗണ്ട് കിട്ടിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ഈ കമ്പാനിയൻ ആയിട്ടുള്ള മിസ് ക്ലാർക്കിന് ഇയാളുടെ വൈഫ് മരിച്ചതിന്റെ പേരിൽ യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ നിഗമനത്തിൽ എത്തുന്നത്. കീ ഡീറ്റെയിൽ അറൈസസ്. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടു ആർക്കെതിരെ അവിടെ തെളിവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സുപ്രധാനമായിട്ടുള്ളൊരു വിവരം അവർക്ക് പിന്നീട് കേസിൽ ലഭിക്കുകയാണ്. മിസ്റ്റർ ജോൺസ് ഹാഡ് റിക്വസ്റ്റഡ് എ ബോൾ ഓഫ് കോൺഫ്ലോർ ഫോർ ഹിസ് വൈഫ് ആഫ്റ്റർ സപ്പർ. സപ്പറിന് ശേഷം മിസ്റ്റർ ജോൺസ് ആളുടെ വൈഫിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ഡ്രിങ്ക്, ഈ ചോളകത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. അപ്പോൾ അത് വേണമെന്ന് അവിടുത്തെ മെയ്ഡിന്റെ അടുത്ത്, അവിടുത്തെ ജോലിക്കാരി ഗ്ലാഡിസിന്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളൊരു വിവരം അവിടെ ഇവർക്ക് ലഭിക്കുന്നു. ഹി റിമൈൻഡ് ഇൻ ദി കിച്ചൺ ആസ് ഗ്ലാഡിസ് പ്രിപ്പയർഡ് ഇറ്റ് ആൻഡ് പേഴ്സണലി ഡെലിവേർഡ് ഇറ്റ് ടു മിസ്സിസ് ജോൺസ്. ഗ്ലാഡിസ് ആ കോൺഫ്ലോർ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് വരെ അയാൾ കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അയാൾ തന്നെയാണ് ഈ മെയ്ഡിന്റെ അടുത്ത്, ജോലിക്കാരുടെ അടുത്ത് നിന്ന് അത് വാങ്ങിയിട്ട് ആളുടെ വൈഫിന് കൊണ്ടുപോയി കൊടുത്തിട്ടില്ലെന്നുള്ള വിവരം അവർക്ക് ലഭിക്കുകയാണ്. ദിസ് ഇൻഫർമേഷൻ സീം ടു സീൽ ദ കേസ്. അപ്പോൾ അവർക്ക് ഏറെക്കുറെ തെളിവ് ലഭിച്ച പോലെയായി. സപ്പറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അയാൾ അവിടെ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് വന്ന് കയറിയത്. അപ്പോൾ അയാൾക്ക് അവിടെ വിഷം കലർത്താനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളത്. പക്ഷെ ഈ ഒരു സംഭവം, ഈ സപ്പറിന് ശേഷം ഇയാൾ കോൺഫ്ലോർ ഡ്രിങ്ക് കിച്ചണിൽ നിന്ന് ഒറ്റയ്ക്ക് എടുത്ത് ആളുടെ വൈഫിന്റെ റൂമിലേക്ക് പോയി എന്നുള്ളൊരു സംഭവം ഒരു തെളിവായിട്ട് വന്നു. കേസ് ഏറെക്കുറെ അവർ സോൾവ് ചെയ്തെന്ന് അവർ വിചാരിച്ചതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ഹൗവർ, it was also revealed that Mrs. Jones never consumed the cornflour. ഇയാൾ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ള ഈ കോൺഫ്ലോർ ആളുടെ വൈഫ് കഴിച്ചിട്ടില്ല എന്നുള്ളൊരു തെളിവ് കൂടി അവർക്ക് ലഭിക്കുകയാണ്. ഷി പാസ്ഡ് ഇറ്റ് ടു മിസ് ക്ലാർക്ക് ഇൻസ്റ്റെഡ്, ഹു ഡ്രാങ്ക് ഇറ്റ് അപ്പോൺ ഹെർ മിസ്ട്രസിസ് ഇൻസിസ്റ്റൻസ് ഡിസ്പൈറ്റ് ഹെർ ബാൻഡ്. അവിടെ കാര്യസ്ഥയായിട്ടുള്ള മിസ് ക്ലാർക്കിന്റെ അടുത്ത് അവർ ഈ കോൺഫ്ലോർ കൊടുക്കുകയാണ്. കാരണം അവർക്ക് അസുഖമാണ്, വയ്യ, വയറിന് സുഖമില്ല, ഞാനിത് കഴിക്കുന്നില്ല, നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ആള് ഈ കാര്യസ്ഥയ്ക്ക് ഇത് കൊടുക്കുന്നു. മിസ് ക്ലാർക്ക് ആണെങ്കിൽ അവർ ബാൻഡിങ് ആണ്. ബാൻഡിങ് വെച്ച് നമ്മൾ ഡയറ്റിംഗ് എന്ന് പറയുന്ന പോലെ അവർ ഡയറ്റിങ്ങിലാണുള്ളത്. അവരിതൊന്നും അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇവർ നിർബന്ധിച്ചപ്പോൾ അവരത് കഴിക്കുന്നു. അങ്ങനെ പോലീസ് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അത് മിസ്സിസ് ജോൺസ് ആ കോൺഫ്ലവർ കഴിച്ചിട്ടില്ല, ഞാനാണത് കഴിച്ചത്, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അപ്പോൾ അതിനകത്ത് വിഷമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. When asked about the blotter note, Mr. Jones claims the blotter note was a letter to his brother in Australia who had asked for money. ഇനി ആ ഒരു ലെറ്ററിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുന്നത് അവിടെ നിന്നാണ് കേസ് ആരംഭിക്കുന്നത്. അതിനെ കുറിച്ചിട്ട് പോലീസ് ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള അയാളുടെ ബ്രദർ അയാൾ കുറച്ച് പൈസ വെച്ചിരുന്നു. അപ്പോൾ ആ ബ്രദറിന്റെ അടുത്ത് അയാൾ പറഞ്ഞിട്ടുള്ള മറുപടിയാണ് അയാളിൽ പൈസ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ, വൈഫിന്റെ പേരിലാണ് സ്വത്ത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയാണ് അയാൾ ആ കത്ത് എഴുതിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ആൾ പോലീസിനോട് പറയുന്നത്. He explained that the phrase hundreds and thousands was referencing the struggles of countless people in the same situation. ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ 100,000 പൈസയെ കുറിച്ചിട്ടൊന്നുമല്ല. ഇതുപോലെ 100,000 ആളുകൾ നമ്മളെപ്പോലെ ഇതുപോലെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആ ഒരു ഫ്രേസിൽ ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു മറുപടിയാണ് അയാൾ പോലീസിന് കൊടുക്കുന്നത്. വിത്ത് നോ ഫർദർ എവിഡൻസ് ദ കേസ് സ്റ്റോൾസ്. അപ്പോൾ ആ ഒരു തെളിവും അവർക്ക് ഇല്ലാതെയായി. അങ്ങനെ ആ കേസിന്റെ അന്വേഷണം വഴിമുട്ടിയ ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. സർ ഹെൻറി ഡിക്ലെയർസ് ദാറ്റ് ദർ ഈസ് എ സൊല്യൂഷൻ ടു ദിസ് കേസ്. അങ്ങനെ സർ ഹെൻറി ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുന്നു ഈ കേസിന് സൊല്യൂഷൻ ഉണ്ട്, വിച്ച് ഹി ഓൺലി ഗോട്ട് എ വീക്ക് ബിഫോർ. ഒരാഴ്ച മുമ്പ് മാത്രമാണ് ആൾക്കിന്റെ സൊല്യൂഷൻ ലഭിച്ചത് എന്ന് അയാൾ പറയുന്നു. ഹി ചലഞ്ചസ് ദ ഗ്രൂപ്പ് ടു ഡിഡ്യൂസ് ഹൗ മിസ്സിസ് ജോൺസ് വാസ് പോയിസൺഡ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളോട് അയാൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് അവര് ഇതുപോലെ പോയിസൺ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നുള്ള കാര്യം അവരോട് കണ്ടെത്താൻ വേണ്ടി പറയുന്നു. ഡോക്ടർ പെൻഡർ അഡ്മിറ്റ്സ് ഡിഫീറ്റ്, saying he only knows a husband must be the culprit but doesn't know how he did it. ആദ്യം നമ്മുടെ പുരോഹിതനാണ്, ഡോക്ടർ പെൻഡർ ആണ് സംസാരിക്കുന്നത്. അയാൾ തോൽവി സമ്മതിക്കുകയാണ്. എനിക്കറിയില്ല അതെങ്ങനെ സംഭവിച്ചെന്നുള്ളത്. ആ ഹസ്ബൻഡ് ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ള കാര്യം മാത്രം എനിക്കറിയാം, പക്ഷെ എങ്ങനെയാ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ അയാളുടെ തോൽവി അയാൾ സമ്മതിക്കുന്നു. ജോയ് സജസ്റ്റ് മിസ് ക്ലാർക്ക് മൈറ്റ് ഹാവ് പോയിസൺ ദ കോൺഫ്ലോർ ആൻഡ് ലൈഡ് അബൌട്ട് ഡ്രിങ്കിങ് ഇറ്റ് ഹെർസെൽഫ്.
ജോയ്സ് അവിടെ ആ യുവതിയായിട്ടുള്ള ആർട്ടിസ്റ്റ് നമ്മൾ പറഞ്ഞു റെയ്മണ്ടിന്റെ ഫ്രണ്ട്, അവര് പറയുന്നത് മിസ് ക്ലാർക്ക്, അവിടുത്തെ കാര്യസ്ഥയായിട്ടുള്ള മിസ് ക്ലാർക്ക് ആയിരിക്കും ഈ സംഭവം ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ ഹസ്ബൻഡ് അവിടെ കോൺഫ്ലോർ കൊണ്ടുപോയി കൊടുത്ത സമയത്ത് മിസ് ക്ലാർക്ക് അതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവരാണ് അത് കുടിച്ചെന്നുള്ളതൊക്കെ കള്ളം പറഞ്ഞതായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വൈഫ് മരിച്ചതിൽ നിന്ന് ഈ കാര്യസ്ഥയ്ക്ക് ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് ഒരു അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ശത്രുതയും മറ്റു കാര്യങ്ങളൊക്കെ ഒരു വൈരാഗ്യത്തിന്റെ പേരിലായിരിക്കും, അല്ലാതെ പൈസയ്ക്ക് വേണ്ടി ആയിരിക്കില്ല ഈ സംഭവം ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ന്യായീകരണമാണ് ജോയ്സ് പറയുന്നത്. മിസ്റ്റർ പെദറിക് തിയറൈസസ് മിസ്റ്റർ ജോൺസ് ബ്രൈബ്ഡ് മിസ് ക്ലാർക്ക് ടു കവർ ഫോർ ഹിം. മിസ്റ്റർ പെദറിക് അവിടുത്തെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആള്, അയാൾ പറയുന്നത് സംഭവം ചെയ്ത് ഹസ്ബൻഡ് തന്നെയായിരിക്കും. ഈ മിസ്സിസ് ക്ലാർക്ക് ആ കാര്യസ്ഥയാണ് അവിടെ ആ കോൺഫ്ലോർ കുടിച്ചെന്നുള്ള കാര്യം ഒരു ബ്രൈബ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇയാള് ആ കാര്യസ്ഥയ്ക്ക് പൈസ കൊടുത്തിട്ട് കൈക്കൂലി കൊടുത്തിട്ട് കള്ളം പറയിക്കുന്നതായിരിക്കും. ആ പറയുന്നത് നുണയായിരിക്കും. ശരിക്കും അയാൾ കോൺഫ്ലോറിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടായിരിക്കും. അത് വൈഫ് തന്നെയായിരിക്കും കുടിച്ചിട്ടുണ്ടായിരിക്കുക. മിസ് ക്ലാർക്കാണ് അത് കുടിച്ചെന്നുള്ള കാര്യം ഇയാള് അവൾക്ക് പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതായിരിക്കും എന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത്. റെയ്മണ്ട് പൊസിറ്റ്സ് ദ ഡോക്ടേഴ്സ് ഡോട്ടർ ആസ് എ സസ്പെക്ട്, പ്രൊപ്പോസിംഗ് ഷീ പോയ്സൺ ദി ഓപ്പിയം പിൽസ്. ഇനി റെയ്മണ്ട് വേറൊരു ആശയമാണ് പറയുന്നത്, ഡോക്ടറുടെ മകളായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ള ഒരു തിയറിയാണ് റെയ്മണ്ട് പറയുന്നത്. കാരണം ഡോക്ടറുടെ മകളും ഇയാളും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നുള്ള കാര്യമൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഡോക്ടർ ഈ മരുന്നിന് വേണ്ടിയിട്ട് ആളുടെ ക്ലിനിക്കിലേക്ക് പറഞ്ഞയച്ച സമയത്ത് സ്വാഭാവികമായിട്ടും ആളുടെ മകളായിരിക്കും മരുന്ന് കൊടുത്തുവിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ മിസ്സിസ് ജോൺസിന് കൊടുക്കാനുള്ള മരുന്നാണെന്ന് അറിയുന്ന സമയത്ത് ഡോക്ടറുടെ മകള് അതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടായിരിക്കും എന്നുള്ള തിയറിയാണ് റെയ്മണ്ട് പറയുന്നത്. ജോയ്സ് ഇംപേഷ്യന്റ്ലി ആസ്ക്ഡ് ഫോർ ദ സൊല്യൂഷൻ, ഇഗ്നോറിംഗ് മിസ് മാർപ്പിൾ യെറ്റ് അഗൈൻ. അപ്പൊ ഇത്രയും പേര് സംസാരിച്ചപ്പോഴേക്കും തന്നെ ജോയ്സ് സർ ഹെൻറിയുടെ അടുത്ത് എന്താണ് സൊല്യൂഷൻ എന്നിങ്ങനെ ഇംപേഷ്യന്റ് ആയിട്ട് ചോദിക്കുകയാണ്. നമുക്കറിയാം മിസ് മാർപ്പിൾ സംസാരിച്ചിട്ടില്ല, അവരുടെ സൊല്യൂഷൻ പറഞ്ഞിട്ടില്ല. വീണ്ടും ജോയ്സ് മാർപ്പിളിനെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സർ ഹെൻറി ഹൗവർ പ്രോംസ് ഹർ ഫോർ എൻ ആൻസർ. സർ ഹെൻറി എന്തായാലും സൊല്യൂഷൻ പറഞ്ഞതിന് മുമ്പ് മിസ് മാർപ്പിളിന്റെ അടുത്ത് കൂടി ചോദിക്കുന്നുണ്ട് എന്താണ് അവർക്ക് തോന്നുന്ന സൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കേസിന്റെ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുവരെ ഈ കേസിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സൊല്യൂഷൻ ആണ് തോന്നുന്നുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം എന്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ഇവിടെ വരിക എന്നുള്ളത്. ഡ്രോവിംഗ് ഓൺ ഹർ ഒബ്സർവേഷൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, മിസ് മാർപ്പിൾ കണക്ട്സ് ദ കേസ് ടു എ ലോക്കൽ സ്കാൻഡൽ ഇൻവോൾവിംഗ് ആൻ ഇല്ലിസിറ്റ് അഫെയർ. മിസ് മാർപ്പിൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യരുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള ജീവിത അനുഭവങ്ങൾ കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ അനുഭവത്തെ കുറിച്ചാണ് അവർ ആദ്യം സംസാരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആ ഗ്രാമത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇല്ലിസിറ്റ് അഫെയർ, ഒരു വീട്ടിലെ ആളുടെ വീട്ടിലെ ജോലിക്കാരിയുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധം ഉണ്ടായ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് മിസ് മാർപ്പിൾ തുടങ്ങുന്നത്. അപ്പൊ ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട് അതും ഈ കേസുമായിട്ട് എന്താണ് ബന്ധം എന്ന രീതിയിലൊക്കെ. ഷീ കൺക്ലൂഡ്സ് ദി ആർസനിക് വാസ് ഇൻ ദ ഷുഗർ സ്പ്രിങ്കിൾഡ് ഓവർ ദ ട്രിഫിൾ. മിസ് മാർപ്പിളുടെ സൊല്യൂഷനിൽ പറയുന്നത് ആ ഷുഗറിനകത്താണ്, ആ ട്രിഫിളിനകത്ത് ഉണ്ടായിരുന്ന ഷുഗർ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഈ മധുര പലഹാരത്തിന് മുകളിൽ ഇങ്ങനെ വളരെ നിറങ്ങളിലുള്ള പഞ്ചസാര ഇങ്ങനെ വിതറിയിട്ടുണ്ട്, അതിലാണ് വിഷമുണ്ടായിരുന്നുള്ള സൊല്യൂഷനാണ് മിസ് മാർപ്പിൾ പറയുന്നത്. ദ ടേം ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് യൂസ്ഡ് കൊളോക്കിയലി ഫോർ ഡെക്കറേറ്റീവ് ഷുഗർ. ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്ന് പറയുന്നത് ആ നിറത്തിലുള്ള ഷുഗറിന് ഒരു കൊളോക്കിയലായിട്ട് വിളിക്കുന്ന ഒരു പേരാണ്. അലൈൻസ് വിത്ത് ദ ഫ്രേസ് ഇൻ മിസ്റ്റർ ജോൺസ് ബ്ലോട്ടർ നോട്ട്. അപ്പൊ മിസ്റ്റർ ജോൺസിന്റെ നോട്ടിനകത്ത് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്ന് പറയുന്നത് പൈസനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, ഈ ട്രിഫിളിന്റെ മുകളിൽ വിതറുന്ന ഈ ഷുഗറിനെ വിളിക്കുന്ന പേരാണ് അത് എന്നാണ് മിസ് മാർപ്പിൾ കണക്ട് ചെയ്യുന്നത്. ഷീ സജസ്റ്റ് ഗ്ലാഡിസ് ആൻഡ് മിസ്റ്റർ ജോൺസ് വേർ ഹാവിംഗ് എൻ അഫെയർ. അപ്പോൾ മിസ്സിസ് ജോൺസ് പറയുന്നത് ഈ വീട്ടിലെ ജോലിക്കാരിയായിട്ടുള്ള ഗ്ലാഡിസും മിസ്റ്റർ ജോൺസും തമ്മിൽ ഒരു അഫെയർ ഉണ്ടായിരിക്കും എന്നാണ്. ആൻഡ് ദേ വാണ്ടഡ് ടു ഗെറ്റ് ദ വൈഫ് ഔട്ട് ഓഫ് ദ വേ. അങ്ങനെ ആ വൈഫിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ടായിരിക്കും ഈ കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കുക. മിസ്റ്റർ ജോൺസ് പ്ലാൻ ചെയ്തിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നാണ് മിസ് മാർപ്പിൾ പറയുന്നത്. മിസ്റ്റർ ജോൺസ് ഗേവ് ഗ്ലാഡിസ് ദ പോയിസൺ ആൻഡ് ഇൻസ്ട്രക്റ്റഡ് ഹെർ ടു പുട്ട് ഇറ്റ് ഇൻ ദ ട്രിഫിൾസ്. മിസ്റ്റർ ജോൺസ് നമുക്കറിയാം അയാൾ ഒരു കെമിസ്ട്രി ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് പോയിസൺ കിട്ടും. അയാളായിരിക്കും മിസ് ഗ്ലാഡിസിന് ഈ പോയിസൺ കൊടുത്തിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് ആ ട്രിഫിൾസിനകത്ത്, ആ ഷുഗറിനകത്ത് ഇത് ചേർക്കണം എന്നുള്ള കാര്യമാണ് ആ ലെറ്ററിനകത്ത് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സിനകത്ത് സൂചിപ്പിക്കുന്നതെന്ന് അവർ പറയുന്നു. ഡ്യൂറിംഗ് സപ്പർ മിസ് ക്ലാർക്ക് ഡിഡ് നോട്ട് ടേക്ക് ട്രിഫിൾ ആസ് ഷി വാസ് ബാൻഡിങ്. ഇനി 3 പേരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ട്രിഫിള് മിസ് ക്ലാർക്ക് കഴിച്ചിട്ടുണ്ടായിരിക്കില്ല, ആ വീട്ടിലെ കാര്യസ്ഥ. കാരണം അവർ ബാൻഡിങ് അല്ലെങ്കിൽ അവർ ഡയറ്റിംഗ് ചെയ്യുകയാണെന്നുള്ള കാര്യം നേരത്തെ അവർ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഡയറ്റിംഗ് ചെയ്യുന്ന ആൾ ഇതുപോലത്തെ മധുര പലഹാരമൊന്നും കഴിക്കില്ല, അതുകൊണ്ട് അവർ കഴിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് സൂചിപ്പിക്കുന്നു.
ആൻഡ് മിസ്റ്റർ ജോൺസ് ഓൺലി ആക്ടഡ് ലൈക്ക് ഹി വാസ് ഹാവിങ് ഇറ്റ്. മിസ്റ്റർ ജോൺസ് ആണെങ്കിൽ വെറുതെ അത് പ്ലേറ്റിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, ആൾ കഴിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഹൗ ഓൺലി മിസ്സിസ് ജോൺസ് ഗോട്ട് പോയിസൺഡ്. അങ്ങനെയാണ് ഈ 3 പേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒരാൾക്ക് മാത്രം പോയിസൺ കിട്ടിയിട്ടുണ്ടായിരിക്കുക എന്ന് മിസ് മാർപ്പിൾ പറയുന്നു. With everyone baffled by her observations, Sir Henry confirms Miss Marple's deduction. അങ്ങനെ എല്ലാവരും മിസ് മാർപ്പിളിന്റെ ഒബ്സർവേഷൻസ് കേട്ട് ഇങ്ങനെ അമ്പരം നിൽക്കുന്ന സമയത്ത് സർ ഹെൻറി അത് കറക്റ്റ് ആണെന്ന് പറയുന്നു. ഗ്ലാഡിസ്, ഹു റീസെന്റ് ഡൈഡ്, കൺഫസ്ഡ് ഓൺ ഹെർ ഡെത്ത് ബെഡ്. ആ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന ഗ്ലാഡിസ് ഈ അടുത്ത് മരണപ്പെടുകയുണ്ടായി. അങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്താണ് അവർ ഈ ഒരു കുംഭസാരം നടത്തുന്നത്. ഗ്ലാഡിസ് ആൻഡ് മിസ്റ്റർ ജോൺസ് were having an affair as Miss Marple suspected. മിസ് മാർപ്പിൾ പറഞ്ഞതുപോലെ തന്നെ ആ വീട്ടിലെ ജോലിക്കാരിയും ഈ മിസ്റ്റർ ജോൺസും തമ്മിൽ ഒരു അഫയർ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് ഗോട്ടൺ പ്രഗ്നന്റ് വിച്ച് പ്രോംപ്റ്റഡ് മിസ് ജോൺസ് ടു എലിമിനേറ്റ് ഹിസ് വൈഫ്. അവർ പ്രഗ്നന്റ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് മിസ്റ്റർ ജോൺസ് അവരുടെ വൈഫിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാനുമായിട്ട് വരുന്നത്. ഹവർ ഷീ ലോസ്റ്റ് എ ചൈൽഡ് അറ്റ് ബർത്ത് ആൻഡ് മിസ്റ്റർ ജോൺസ് ഡിസേർട്ടഡ് ഹെർ, പ്രോംപ്റ്റിംഗ് ഹെർ ടു കൺഫസ്. പക്ഷേ ആ കുഞ്ഞിനെ അവർക്ക് ബർത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയി. മിസ്റ്റർ ജോൺസ് ആണെങ്കിൽ അതിനുശേഷം ഗ്ലാഡിസിനെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഒരു കുറ്റസമ്മതം നടത്തുക എന്നല്ലാതെ വേറെ മാർഗമില്ലാതെ വരുന്നു. മിസ് മാർപ്പിൾ അണ്ടർസ്കോർസ് ഹെർ സക്സസ് ബൈ ആട്രിബ്യൂട്ടിംഗ് ഇറ്റ് ടു ഹെർ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹ്യൂമൻ നേച്ചർ. മിസ് മാർപ്പിൾ അവരുടെ ഈ ഒരു സക്സസ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹ്യൂമൻ നേച്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് വെച്ചുകൊണ്ടാണ്. അതായത് മനുഷ്യരുടെ പെരുമാറ്റവും സ്വഭാവവും അവർ കുറെ ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നത് എന്ന് മിസ് മാർപ്പിൾ പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സ്റ്റോറി മിസ് മാർപ്പിൾ എന്നുള്ളൊരു ക്യാരക്ടറിനെ അഗത ക്രിസ്റ്റി അവതരിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നീട് ഒരുപാട് സ്റ്റോറീസ് അഗത ക്രിസ്റ്റി മിസ് മാർപ്പിൾ എന്നുള്ള ഒരു ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് ഡിറ്റക്റ്റീവ് ക്യാരക്ടർ ആയിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആരംഭമാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. ഈ ചാപ്റ്ററിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസിന്റെ നോട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.